നമസ്കാരം. നടൻ മോഹൻലാലിന്റെ കണ്ണിൽ മാധ്യമപ്രവർത്തകന്റെ മയക്ക് കൊണ്ട സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത്. ഈ സംഭവം നടക്കുമ്പോൾ മോഹൻലാലിന് ദേഷ്യപ്പെടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. കാരണം മാധ്യമപ്രവർത്തകന്റെ മയക്ക് തട്ടിയത് അപകടകരമായ രീതിയിലായിരുന്നു. വളരെ നേരത്തുള്ള അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടേയിരുന്നുവെന്ന് ആ സമയത്ത് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ സനിൽകുമാർ പറയുന്നു. എന്നാൽ മോഹൻലാൽ പൊട്ടിത്തെറിച്ചില്ല. തിരുവനന്തപുരത്ത് GST ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്ത് ടാഗോർ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനിടെയാണ് മോഹൻലാലിന്റെ കണ്ണിൽ മാധ്യമപ്രവർത്തകന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ മൈക്ക് കൊണ്ടത്. അദ്ദേഹത്തോട് പ്രതികരണം ആരായുന്ന തിരക്കിനിടയിലാണ് ഇത് സംഭവിച്ചത്. തുടർന്ന് കണ്ണ് പൊത്തിപ്പിടിച്ച് മോഹൻലാൽ കാറിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു. ഇതിന് പിന്നാലെ മാധ്യമപ്രവർത്തകന്റെ നടപടിക്കെതിരെ വലിയ വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നത്. ഒരാൾക്ക് എന്തെങ്കിലും വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അയാളെ നിർബന്ധിച്ച് പ്രതികരിപ്പിക്കേണ്ട കാര്യം എന്താണെന്നാണ് ചിലർ ചോദിച്ചത്. മോഹൻലാൽ ഭരണഘടനാപരമായോ നിയമപരമായോ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഔദ്യോഗിക പദവി വഹിക്കുന്നയാളല്ല. ഒരു കലാകാരനാണ്. സിനിമാഭിനേതാക്കളുടെ മാത്രം സംഘടനയുടെ ഭാരവാഹിയാണ്. അതുകൊണ്ട് തന്നെ ചാനലുകളോട് പ്രതികരിക്കണമോ വേണ്ടയോ എന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണ് എന്നായിരുന്നു വിഷയത്തിൽ VT ബൽറാം കുറിച്ചത്. അതേസമയം മോഹൻലാൽ ആ സന്ദർഭത്തെ സംയമനത്തോടെ കൈകാര്യം ചെയ്തതിനെ ആരാധകർ പുകഴ്ത്തുകയാണ്. സാധാരണ രീതിയിൽ അല്പമെങ്കിലും അനിഷ്ടം പ്രകടിപ്പിക്കാൻ ഇടവരുത്തുന്ന ഒരു സംഭവമായിട്ട് കൂടി അദ്ദേഹം ഒരു തരത്തിലും ദേഷ്യപ്പെടുകയോ അതൃപ്തി പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. അതിനിടയിൽ ഇപ്പോഴത്തെ ആ സംഭവത്തിന് ശേഷം മാധ്യമപ്രവർത്തകനും മോഹൻലാലും തമ്മിലുള്ള ഫോൺ സംഭാഷണവും വൈറലാവുകയാണ്. അത്രയും വലിയ തിരക്കിനിടയിൽ തനിക്ക് സംഭവിച്ച അബദ്ധമായിരുന്നു അതെന്ന് മാധ്യമപ്രവർത്തകൻ മോഹൻലാലിനോട് പറഞ്ഞു. അതിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ താരം ആ സംഭവം ഇത്രയും വലിയ വാർത്തയാകുമെന്ന് താൻ കരുതിയില്ലെന്നും പറയുന്നുണ്ട്. ആളുകൾക്ക് കുറ്റം പറയാൻ ആരെങ്കിലും കിട്ടണമെന്നും ഇത്തവണ അത് താങ്കളാണെന്നും മോഹൻലാൽ റിപ്പോർട്ടറോട് തമാശ രൂപത്തിൽ പറയുന്നുണ്ട്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നപ്പോൾ അങ്ങനെ സംഭവിക്കുമെന്ന് താൻ കരുതിയില്ലെന്നും ക്ഷമിക്കണമെന്നും റിപ്പോർട്ടർ പറഞ്ഞു. തനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ മോഹൻലാൽ പുരികത്ത് കൊള്ളാനുള്ളത് കണ്ണിൽ കൊണ്ടു, അതിൽ കുഴപ്പമില്ല, പക്ഷെ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നതും സംഭാഷണത്തിൽ കേൾക്കാൻ സാധിക്കും. മോഹൻലാലിന്റെ ഫാൻസ് പേജാണ് ഈ ഫോൺ സംഭാഷണം സോഷ്യൽ മീഡിയയിൽ കൂടുതലായി പ്രചരിപ്പിക്കുന്നത്. വളരെ സെൻസിറ്റീവ് ആയേക്കാവുന്ന വിഷയത്തെ തന്മയത്തോടെ കൈകാര്യം ചെയ്ത മോഹൻലാലിന്റെ പെരുമാറ്റത്തെ പ്രശംസിച്ച് പല പോസ്റ്റുകളും വരുന്നുണ്ട്. ബാൻഡേജ് ഇട്ട കൈയുമായി ദേവാസുരത്തിന്റെ ക്ലൈമാക്സിന് വന്നപ്പോൾ നാട്ടുകാരിൽ ഒരാൾ കൈ പിടിച്ച് വലിക്കുകയും ആ സമയത്ത് ചിരിച്ചുകൊണ്ട് നടന്ന മോഹൻലാലിന് ഇതൊന്നും പുതിയ കാര്യമല്ലെന്ന് സനൽകുമാർ പത്മനാഭൻ എന്നയാൾ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്.